വെൽക്കം ടു മൂവി ബ്രാൻഡ്. ബാലതാരമായി എത്തി ഇന്ന് തെന്നിന്ത്യൻ സിനിമകളിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന താരസുന്ദരിയാണ് കീർത്തി സുരേഷ്. നടി മേനകയുടെയും നിർമ്മാതാവും നടനുമായ സുരേഷ് കുമാറിന്റെ മകളുമായ കീർത്തിക്ക് ഇന്ന് തമിഴിലും തെലുങ്കിലും എല്ലാമായി സിനിമകളുണ്ട്. മഹാനടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരവും നടിക്ക് ലഭിച്ചിരുന്നു. ദിലീപിന്റെ കുബേരൻ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയിലൂടെയാണ് നായികയാകുന്നത്. പിന്നീടായിരുന്നു തമിഴിലേക്കും തെലുങ്കിലേക്കുമുള്ള ചുവടുവയ്പ്. അഭിനയം കൊണ്ടും തന്റെ വ്യക്തിത്വം കൊണ്ടും നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ കീർത്തിക്ക് കഴിഞ്ഞു. താരമൂല്യത്തിന്റെ കാര്യത്തിലും മുന്നിലാണ് താരം. എന്നാൽ ഇപ്പോൾ തന്റെ ജീവിതത്തിലുണ്ടായ ഭയാനകമായൊരു സംഭവത്തെപ്പറ്റി നടി പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കീർത്തി നായികയായി അഭിനയിക്കുന്ന സൈറൺ എന്ന സിനിമ റിലീസിന് ഒരുങ്ങുകയാണിപ്പോൾ. ജയൻ രവി നായകനായി എത്തുന്ന ചിത്രം ഫെബ്രുവരി 16 തിയേറ്ററുകളിലേക്ക് എത്തും. ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു കീർത്തി അടക്കമുള്ള താരങ്ങൾ. അങ്ങനൊരു പ്രൊമോഷനിനിടയിലാണ് തന്റെ ജീവിതത്തിലുണ്ടായ ഞെട്ടിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് കീർത്തി പങ്കുവച്ചത്. ഒരു ദിവസം രാത്രിയിൽ തന്റെ സുഹൃത്തിനോടൊപ്പം റോഡിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ മദ്യപിച്ചെത്തിയ ഒരു യുവാവ് എന്റെ ശരീരത്തിൽ കൈവച്ചു. അത് മനസ്സിലായ ഉടനെ താൻ ആളുടെ കവിളിലടിച്ചു. അതിനുശേഷം താനും സുഹൃത്തും മുന്നോട്ട് നടന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ തന്റെ തലയിൽ കനത്തൊരു അടിയേറ്റു എന്ന് കീർത്തി പറയുന്നു. അടി കിട്ടിയതിനു ശേഷം കുറച്ച് സമയം എടുത്തതിന് ശേഷമാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായത്. പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നേരത്തെ അടി കൊടുത്ത മദ്യപൻ തന്റെ തലക്കിട്ട് അടിച്ചിട്ട് ഓടി രക്ഷപ്പെടുകയാണെന്ന് മനസ്സിലായത്. ഉടൻ തന്നെ സുഹൃത്തിനോടൊപ്പം അയാളെ ഓടിച്ചിട്ട് പിടിച്ചു. എന്നിട്ട് അടുത്തുള്ള പോലീസ് ബൂത്തിൽ ഏൽപ്പിച്ചുവെന്നും അതിനുശേഷമാണ് താൻ പോയതെന്നും കീർത്തി വെളിപ്പെടുത്തുന്നു. കീർത്തി സുരേഷ് പോലീസ് ഓഫീസറുടെ വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രമാണ് സൈറൺ. കഴിഞ്ഞ ദിവസം സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരുന്നു. അനുപമ പരമേശ്വരനാണ് ജയൻ രവി ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ആന്റണി ഭാഗ്യരാജാണ് ചിത്രത്തിന്റെ സംവിധാനം. ഒരു ആക്ഷൻ ഇമോഷണൽ ഡ്രാമയായി ഒരുക്കുന്ന ചിത്രത്തിൽ ആശിഷ് വിദ്യാർത്ഥി, അശ്വിൻ കുമാർ, ഉദയ് മഹേഷ്, ജോർജ് വിജയ്, അഴകൻ പെരുമാൾ, കുമാർ നടരാജൻ, വിനോദ് കിഷൻ, സുജാത ബാബു, രാഹുൽ ബോസ്, സഞ്ജന തിവാരി എന്നിങ്ങനെ നിരവധി താരങ്ങളും അഭിനയിക്കുന്നുണ്ട്. നടി മേനകയുടെയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും മകളായിട്ടാണ് കീർത്തി സിനിമയിലേക്ക് എത്തുന്നത്. മലയാളത്തിലൂടെയായിരുന്നു തുടക്കം. എന്നാൽ തമിഴിലേക്ക് പോയതിനു ശേഷമാണ് കീർത്തി ജനപ്രിയ നടിയാവുന്നത്. അവിടുന്ന് തെലുങ്കിലെ മഹാനടി എന്ന സിനിമയിൽ അഭിനയിച്ചതോടെയാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. ഇപ്പോൾ ബോളിവുഡിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് നടി. അറ്റ്ലിയാണ് കീർത്തിയുടെ ആദ്യ ഹിന്ദി ചിത്രം നിർമ്മിക്കുന്നത്. ബേബി ജോൺ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. വരുൺ ധവാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം വിജയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം തെറിയുടെ ഹിന്ദി റീമേക്കാണ്. അതേസമയം മാമനൻ, ഭോല ശങ്കർ, ദസ്ര എന്നീ സിനിമകളാണ് കീർത്തിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയത്. രഘു താത്ത, റിവോൾവർ, റീത്ത എന്നിങ്ങനെ ഒരുപിടി ചിത്രങ്ങൾ കീർത്തിയുടേതായി അണിയറയിൽ ഉണ്ട്. ചിരഞ്ജീവിയാണ് ഭോല ശങ്കറിൽ നായക കഥാപാത്രമായിട്ട് എത്തിയത്. കീർത്തി സുരേഷ് ചിരഞ്ജീവിയുടെ സഹോദരി കഥാപാത്രമായിരുന്നു ഭോല ശങ്കറിൽ ചെയ്തത്. വേതാളം എന്ന അജിത് ചിത്രത്തിന്റെ തെലുങ്ക് റീമേക്കായിരുന്നു ഭോല ശങ്കർ. കീർത്തി സുരേഷ് വേഷമിട്ട ചിത്രങ്ങളിൽ ഒടുവിൽ പ്രദർശനത്തിനെത്തിയത് നാനി നായകനായ ദസ്രയായിരുന്നു.